നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് ഫെബ്രുവരി 2023. ഇന്ത്യയിൽ ആദ്യമായി STEM ഇന്നോവേഷൻ ആൻഡ് ലേണിംഗ് സെൻറ്റർ ആരംഭിക്കുന്ന നഗരം ചെന്നൈ. കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഗെയിം വരുമാനത്തിന് നിശ്ചയിച്ച നികുതി നിരക്ക് 30%. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് അമർപ്രീത് സിംഗ്. ഇന്ത്യയിൽ സിനിമാ തിയേറ്റർ ഉള്ള ആദ്യ വിമാനത്താവളം ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ലോകത്തിൽ ആദ്യമായി ഡ്രൈവർലെസ് ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ്. പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വിമാനം X-57 മാക്സ്വെൽ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം വ്യാഴം. ആകെ 92 ഉപഗ്രഹങ്ങൾ. ആദ്യമായി ഏത് വർഷം മുതലാണ് ഇന്ത്യ സുപ്രീം കോടതി സ്ഥാപക ദിനം ആചരിച്ചത്? 2023 മുതൽ. ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടുന്ന മേരോ റൂക്ക് മേരോ സന്തതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം സിക്കിം. കേരളത്തിലെ അംഗനവാടി ജീവനക്കാർക്കായി ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി അങ്കണം. കേരളത്തിൽ ഹൈഡ്രജൻ ഇന്ധന ഹബ് നിലവിൽ വരുന്ന സ്ഥലങ്ങൾ കൊച്ചി, തിരുവനന്തപുരം. എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതി നേർക്കാഴ്ച. കേരള സർക്കാർ ടാക്സി കാറുകൾക്ക് ഏർപ്പെടുത്തിയ പുതിയ നികുതി നിരക്ക് 5%. 2023 ഫെബ്രുവരിയിൽ വിക്കിപീഡിയയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം പാകിസ്ഥാൻ. 2023 ഏഷ്യ കപ്പ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് UAE. വിഷൻ ഫോർ ആൾ സ്കൂൾ ഐ ഹെൽത്ത് പ്രോഗ്രാം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഗോവ. മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന ഗാനമായി പ്രഖ്യാപിച്ച ഗാനം ജയ് ജയ് മഹാരാഷ്ട്ര മജ. 2023 ഫെബ്രുവരിയിൽ ISROയും നാസയും സംയുക്തമായി വിക്ഷേപിക്കുന്ന ഭൗമ നിരീക്ഷണ കൃത്രിമ ഉപഗ്രഹം നിസാർ. പുസ്തക രൂപത്തിലുള്ള 2023 കേരള ബജറ്റിൻ്റെ മുഖചിത്രം ബേർഡ് ഇൻ സ്പേസ്. 2023 മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷീജ വക്കം. 2023 ഫെബ്രുവരിയിൽ റിക്ടർ സ്കെയിലിൽ 7.8% തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യം തുർക്കി. നാഷണൽ എയ്ഡഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എവിടെയാണ് ഏറ്റവും വലിയ ഹ്യൂമൻ റെഡ് റിബൺ ചെയിൻ നിർമ്മിച്ചത്? ഭുവനേശ്വർ. ഇന്ത്യയിലെ സൈനികർക്ക് വേണ്ടി ബാങ്ക് ഓഫ് ബറോഡ ആരംഭിച്ച ക്രെഡിറ്റ് കാർഡ് വിക്രം ക്രെഡിറ്റ് കാർഡ്. 2023 നാഷണൽ ചൈൽഡ് സയൻസ് കോൺഗ്രസിന് വേദിയാകുന്ന നഗരം അഹമ്മദാബാദ്. ഭൂമിയുടെ ഏത് ഭാഗമാണ് ഈയടുത്ത് എതിർദിശയിൽ തിരിയാൻ തുടങ്ങിയത്? ഇന്നർ കോർ. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കേരള നോളജ് എക്കണോമിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി തൊഴിലരങ്ങത്തേക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത് തുമകുരു, കർണാടക. ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടുന്ന വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ബിയോൺസ്. ആകെ 32 എണ്ണം. ഗ്രാമി പുരസ്കാരം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വനിത കിം പെട്രാസ്. 2023 ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഗീതജ്ഞൻ റിക്കി കേജ്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള ആകെ കടുവകളുടെ എണ്ണം 2967. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ വന്ദേ മെട്രോ. ആദ്യ റൂട്ട് കൽക്ക മുതൽ ഷിംല വരെ. ഇന്ത്യൻ വ്യോമസേന കേരള സർക്കാരുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന വ്യോമ അഭ്യാസം സൂര്യകിരൺ. ഇന്ത്യയിലെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ. 3 ഗ്രാമി പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ റിക്കി കേജ്. 2023 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിന് വേദിയാകുന്നത് ഗുൽമർഗ്, ജമ്മു കാശ്മീർ.
കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് സഞ്ജു സാംസൺ. 2023 സൂരജ്കുണ്ട് അന്താരാഷ്ട്ര കരകൗശലമേള നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. 2023 ഫെബ്രുവരിയിൽ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ വിശാഖപട്ടണം. 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം യുസ്വേന്ദ്ര ചഹാൽ. തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലകൾ ഇന്ത്യൻ സേന നടത്തുന്ന ഓപ്പറേഷൻ ദോസ്ത്. 2023 ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് വച്ച് നടക്കുന്ന ഇന്ത്യയിലെ ആദ്യ ദേശീയ ഭിന്നശേഷി കലോത്സവം സമ്മോഹൻ. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കലാഘോടോ കലാമേളയ്ക്ക് തുടക്കമായ നഗരം മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി ഗ്ലാസ് ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് ആരംഭിച്ച സ്ഥലം ഗുൽമർഗ്, ജമ്മു കാശ്മീർ. പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദനം നടത്തുന്ന രാജ്യം ഇന്ത്യ. ഗൂഗിൾ വികസിപ്പിച്ച് പുറത്തിറക്കിയ അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട് ബാർഡ്. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഇന്ത്യ ആരംഭിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ആദിത്യ L1 മിഷൻ. ബാങ്ക് നോട്ടുകളിൽ നിന്നും ബ്രിട്ടീഷ് മൊണാർക്കി ഒഴിവാക്കാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ. രാജ്യസഭയുടെ ഉപാധ്യക്ഷ പാനലിൽ അംഗമാകുവാൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ അംഗം PT ഉഷ. 2023 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിച്ച് ചെറു ഉപഗ്രഹങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റ് SSLV-D2 സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഏഷ്യയിൽ ആദ്യമായി ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ ആഘോഷിച്ചത് മധ്യപ്രദേശ്. 2023 നാഷണൽ ബീച്ച് സോക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം കേരളം. നമീബിയയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ ഹൈ കമ്മീഷണർ ആയി നിയമിതനായത് M. സുബ്ബറായുഡു. പെൺകുട്ടികൾക്ക് വേണ്ടി ആരോഹിണി പഹൽ എന്ന ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന മന്ദരോഗ നിവാരണ ബോധവൽക്കരണ പരിപാടി സർവ്വദവാ സേവനേ. 2023 ഫെബ്രുവരിയിൽ ഇന്ത്യ നടത്തുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനം എയ്റോ ഇന്ത്യ 2023. ഈ അടുത്ത് ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ ബ്ലാക്ക് ഹോൾ ഫോണിക്സ് A. 2023 ഫെബ്രുവരി 4 സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യം ശ്രീലങ്ക. 2023 ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ്. അടുത്ത് കേരളത്തിൽ K. കേളപ്പൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം തവനൂർ, മലപ്പുറം. 2023 ഫെബ്രുവരിയിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ന്യൂസിലാൻഡ്. ചുഴലിക്കാറ്റ് ഗബ്രിയേൽ. 2023 ഓസ്കാർ അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഓൾ ദാറ്റ് ബ്രീത്സ്. സംവിധാനം ഷൗനേക് സെൻ. ആദ്യമായി നടത്തിയ വനിതാ IPL താരലേലത്തിൽ ഏറ്റവും മൂല്യമുള്ള താരം സ്മൃതി മന്ദാന. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ 1386 കിലോമീറ്റർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കാൻ വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതി ടുക് ടുക് ടൂർ. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 136. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഫിൻലാൻഡ്. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. കൃതി സമുദ്രശില. വൺ ഫാമിലി വൺ ഐഡൻറ്റിറ്റി എന്ന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. 2023 ഫെബ്രുവരിയിൽ രാജിവെച്ച ലോക ബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ്. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച ലളിത ലാജ്മി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ചിത്രകല. ആർത്തവ അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമം പാസാക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം സ്പെയിൻ. 2023 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സൈനിക അഭ്യാസം സംയുക്ത ധർമ്മ ഗാർഡിയൻ. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. കേരളത്തിൽ ഗ്രാഫീൻ ഉൽപ്പാദനത്തിന് തുടക്കം കുറിച്ച ആദ്യ കമ്പനി കാർബോറണ്ടം യൂണിവേഴ്സൽ.
നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്നത് ഗ്രാഫീൻ. യൂട്യൂബിൻ്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ. നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയാനുള്ള കേരള പോലീസ് പദ്ധതി അവഞ്ചേഴ്സ്. ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം ശേഖരം കണ്ടെത്തിയത് ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ആൻറ്റി കോപ്പിയിങ് ലോ നിലവിൽ വരുന്നത്? ഉത്തരാഖണ്ഡ്. ഉത്തരേന്ത്യയിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് ഖോരഗ്പൂർ, ഹരിയാന. കാർഷിക മേഖലയ്ക്ക് വേണ്ടി പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ ചാറ്റ് ബോട്ട് അമാക്രുഷ് അൽ പുറത്തിറക്കിയത് ഒഡീഷ. യുനെസ്കോയുടെ 2023 അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചത് മഹേന്ദ്രകുമാർ മിശ്ര. എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം രചിച്ചത് ടി പത്മനാഭൻ. ദ ഇന്ത്യൻ മെട്രോപോളിസ് എന്ന പുസ്തകം എഴുതിയത് ഫിറോസ് വരുൺ ഗാന്ധി. പാസ്പോർട്ട് ആവശ്യങ്ങൾ വേഗത്തിലാക്കാൻ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച പുതിയ ആപ്പ് പാസ്പോർട്ട്. 2023 മികച്ച പാർലമെന്ററിയനുള്ള സാൻസദ് രത്ന പുരസ്കാരം ലഭിച്ച മലയാളിയായ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. നീതി ആയോഗിൻ്റെ പുതിയ CEO ആയി നിയമിതനായത് BVR സുബ്രഹ്മണ്യം. നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന കേപ്പ് ഹോൺ മുനം വലം വച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമി. 2023 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ സൗരാഷ്ട്ര. 2023 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ എവിടെയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന താജ് മഹോത്സവ് ആരംഭിച്ചത്? ആഗ്ര. 2023 വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദുബായ്. ലോക ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയി നിയമിതനായത് പരമേശ്വരൻ അയ്യർ. യാത്രക്കാർക്കായി ഡൽഹി മെട്രോ റെയിൽ പുറത്തിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ഷോപ്പിംഗ് ആപ്പ് മൊമൻറ്റം 2.0. സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിലുള്ള 2023 ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിയുടെ വേദി കുമരകം. ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്നത് ടെക്നോ പാർക്ക് തിരുവനന്തപുരം. വിധിന്യായങ്ങൾ പ്രാദേശിക ഭാഷകൾ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി കേരള ഹൈക്കോടതി. തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയത്തിലെ കുട്ടികൾ നിർമ്മിച്ച മോഡൽ റോക്കറ്റുകൾ സ്പഷ്ടം 2023. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷോളയൂർ പോലീസ് സ്റ്റേഷൻ, പാലക്കാട്. തെരുവ് കുട്ടികളെ പഠിപ്പിക്കാൻ ബാലസ്നേഹി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധം റഷ്യ യുക്രൈൻ യുദ്ധം. യൂണിസെഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ തിരഞ്ഞെടുത്തത് ആയുഷ്മാൻ ഖുറാന. 2023 ഫെബ്രുവരിയിൽ 38 കോടി രൂപയ്ക്ക് വിറ്റ രാജാ രവിവർമ്മയുടെ ചിത്രം യശോദയും കൃഷ്ണനും. 2023 ഫെബ്രുവരിയിൽ ഇന്ത്യയും ഏത് രാജ്യവുമാണ് എണ്ണ വാതക മേഖലയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചത്? ഗയാന. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. 2023 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഖസാക്കിസ്ഥാൻ. 2023 വേൾഡ് ഫുഡ് വോളി ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കോഴിക്കോട്. പാവേ ക്രൂയിഡ് എന്ന മിസൈൽ വികസിപ്പിച്ച രാജ്യം ഇറാൻ. കോഴിക്കോട് സ്ഥാപിതമാകുന്ന വേസ്റ്റ് എനർജി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് സാങ്കേതിക സഹായം നൽകുന്ന വിദേശ രാജ്യം ജപ്പാൻ. 2023 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ. ദ ബെസ്റ്റ് ഫിഫ ഫുട്ബോളർ 2022 പുരസ്കാരം ലഭിച്ചത് ലിയോണൽ മെസ്സി. ദ ബെസ്റ്റ് ഫിഫ ഫുട്ബോളർ 2022 പുരസ്കാരം ലഭിച്ച വനിതാ താരം അലക്സിയ പുട്ടല്ലസ്. 2023 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് പ്രഭ വർമ്മ. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്റർനെറ്റ് വേഗതയിൽ ഒന്നാമതെത്തിയത് UAE. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാകാലത്തെ മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കൗൺസിലിംഗ് പദ്ധതി മനോദർപ്പൺ. ഈ അടുത്ത് നടത്തിയ ദേശീയ തലത്തിലുള്ള ഹാക്കത്തോണായ കവച് 2023 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈബർ സെക്യൂരിറ്റി.
ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.